ഈ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയുന്ന വേർഡ് മലയാളത്തിലെ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് സിദ്ദിഖിനെ കുറിച്ചാണ്. സത്യമായിട്ടും ഞാൻ വെറുതെ പുകഴ്ത്തുന്നതല്ല. ഞാൻ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പോലെ എത്ര പേര് എന്നോട് പറഞ്ഞതെന്നറിയോ, മലയാളത്തിലെ വേഴ്സറ്റൈൽ ആക്ടർ എന്ന്. ഈ വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടേക്കണ ഇക്കെ കുറിച്ചാണ്. അറിയാവോ? ഇങ്ങനെ ആളുകൾ പറയും, പക്ഷെ ഞാനത് ഇങ്ങനെ ഇതിലെ അങ്ങ് വിട്ട് കളയും. ഞാനത് അങ്ങോട്ട് അകത്തേക്ക് ഏറ്റവും നിൽക്കില്ല. എനിക്കൊക്കെ ഇങ്ങനെ ഒരു ടാഗ് ഒക്കെ തന്നിരുന്നെങ്കിൽ എപ്പോഴും അഭിനന്ദനങ്ങൾ നമ്മൾ തലയിൽ ചുമന്ന് കൊണ്ടു നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് വിമർശനങ്ങൾ ഏറ്റെടുക്കാം. ഇപ്പൊ വീണ എൻ്റെ ഒരു മൈനസാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കുഴപ്പത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒരു അത് ഇഷ്ടത്തോടെ തന്നെ കേൾക്കും. ഞാനൊരു കുഴപ്പം പറയട്ടെ, ഇന്റർവ്യൂസ് ഒന്നും വരാറില്ല. അതെന്റെ വലിയൊരു കുഴപ്പം. ഇനി കൂടുതൽ വരാൻ ശ്രമിക്കാം. ഈ അഭിനന്ദിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ മഹാവീര്യർ കണ്ടിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ളത് സിനിമയിലെ ആളുകളാണ്, അതും സംവിധായകരാണ്. ഇപ്പൊ അൻവർ റഷീദും ജിസ്മോനും രതീഷ് അമ്പാട്ടും പഴയ ജോഷി മാത്യുവും ഞാനൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ജോഷി മാത്യു ഒക്കെ സിനിമ കണ്ടിട്ട് എന്നെ തൊപ്പി പിടിച്ച് വിളിച്ച് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ റെഗുലർ കോൺടാക്ട് ഉള്ള ആളല്ല. ആ സമയത്ത് ജിസ്മോനും അൻവറൊക്കെ എപ്പോഴും വിളിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഉള്ള ഡയറക്ടേഴ്സും ഒക്കെ എന്നെ വിളിച്ചിട്ട് രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. രഞ്ജിത്തൊക്കെ ഈ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുമ്പോൾ അപ്പോൾ ഒരു സംവിധായകൻ നമ്മുടെ ഒരു ക്യാരക്ടറിനെ നോട്ട് ചെയ്ത് ഇന്നിപ്പോൾ എം ജയചന്ദ്രൻ വിളിച്ചു. ജയചന്ദ്രൻ കുട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കുട്ടനൊക്കെ വലിയൊരു ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അതൊക്കെ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തത് അത്രയധികം ഇമ്പ്രസ്ഡ് ആയതുകൊണ്ടാണ് അവർ നമ്മളെ വിളിച്ച് പറയുന്നത്. പക്ഷെ ആ വിളിച്ച് പറയുന്നതിൽ ഉള്ളൊരു കാര്യം വെച്ചാൽ ആ ഒരു അഭിനന്ദനം കിട്ടുമ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അത്ര നന്നായിട്ട് ചെയ്തല്ലോ. അപ്പം നമ്മൾ ഇത്ര അടുത്ത ആളല്ലേ വിളിച്ച് പറയുമ്പോൾ അവൻ്റെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചാണ് എന്ത്. പക്ഷെ അത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ അത് എന്നെ ഒരുപാട് ബാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഞാനപ്പോൾ തന്നെ മറന്നു കളയും. അപ്പം അതുകൊണ്ട് പുകഴ്ത്തലൊക്കെ പൊഴുത്തിക്കൊള്ളൂ, എൻ്റെ തലയിൽ കയറൂല അത്. പിന്നെ വേറെ കാര്യം ചോദിച്ചേ, ഈ ഒരേ പേരുള്ള 2-3 ആൾക്കാർ വരുമ്പോഴത്തേക്കും, അത് പ്രത്യേകിച്ച് നമ്മളുടെ ഒരേ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. ആളുകൾക്ക് എപ്പോഴും പലപ്പോഴും മാറിപ്പോകുന്നുണ്ടാവും. അങ്ങനെ ഡയറക്ടർ സിദ്ദിഖാണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും കോൾസ് വരാറുണ്ടോ? ഇല്ല, വളരെ റയറായിട്ട്. ഇപ്പം കോൾസ് അങ്ങനെ തീരെ വന്നിട്ടില്ല. ഡയറക്ടർ സിദ്ദിഖ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ ഞങ്ങൾക്ക് ഈ കത്തുകൾ വരുമല്ലോ, ഇപ്പോഴല്ലേ കത്ത് വരാത്തത്. ഇപ്പൊ ഹരിഹരനൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ കത്ത് എഴുതും നമുക്ക്, പലതും പറഞ്ഞിട്ട് കത്ത്. അപ്പൊ സിദ്ദിഖ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സിദ്ദിഖിനുള്ള 1-2 കത്തുകൾ എൻ്റെ കയ്യിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ എന്ന് പറയും. അതല്ലാതെ അങ്ങനെ സിനിമ കണ്ടു നന്നായിരുന്നു പറഞ്ഞിട്ടുള്ള കത്തുള്ള വേറൊന്നും എഴുതും. എന്നാലും പലരും ഇങ്ങനെ ഡയറക്ടർ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖാണോ എന്ന് ഒക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ടോ? ഇപ്പോഴും തെറ്റിദ്ധരിച്ചാൽ നന്നായിരുന്നു, പക്ഷെ അങ്ങനെ ധരിക്കാറില്ല. കാരണം സിദ്ദിഖ് എന്നെക്കാളൊക്കെ എത്രയും മുകളിലുള്ള ഒരാളാണ്, ഡയറക്ടറാണ്, അയാൾ ക്രിയേറ്ററാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളാണ് ഞാൻ വിചാരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ.